ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വള്ളി നിക്കർ വിട്ട് നിക്കാഹ് കഴിക്കാൻ പോകേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് മണി ആപ്പിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പിലേക്ക് പൈസ ഇട്ടതുകൊണ്ട് മാത്രം നിക്കാഹിനുള്ള പണം സ്വരൂപിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത്, ഫസ്മിന സക്കീർ. അവരുടെ അക്കൗണ്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള മണി ഗെയിനിങ്ങുമായിട്ടുള്ള പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അവരുടെ ഫോളോവേഴ്സിനെ അവരെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഇത്തരത്തിൽ ലക്ഷങ്ങൾ വാങ്ങിയിട്ട്, അതായത് തുച്ഛമായിട്ടുള്ള ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് പോലും ഇവർ നല്ലൊരു തുകയാണ് വാഗ്ദാനം ചെയ്യുന്നത്, ഈ ആപ്പിൻ്റെ പിന്നിലുള്ള ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ലക്ഷങ്ങളാണ്. ഈ ലക്ഷങ്ങൾ അവരുടെ ഈ ഉയർച്ചയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ, അത് വെറും പ്രൊമോഷൻസ് മാത്രമാണ്. അത് അവരുടെ യഥാർത്ഥത്തിൽ അവർ പൈസ ഇടുന്നില്ല, അവർ കളിക്കുന്നില്ല. അവർക്ക് കൃത്യമായിട്ടറിയാം ഇത് ഇല്ലീഗലാണ്, ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷനായിട്ട് മാറുന്നതാണ്. അതിലപ്പുറത്തേക്ക് പൈസ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പൂർണ്ണമായി അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവരുടെ ഫോളോവേഴ്സിനെ ഇതിലേക്ക് പിടിച്ച് ഇടുന്നതെന്ന് പറയുന്നത്. അത് അവരോടുള്ള വിശ്വാസ്യതയെ കൃത്യമായിട്ട് മുതലെടുക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനുള്ളൊരു നടപടി നടന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇതിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സുജിൻ മല്ലു ഫാമിലി ആ അക്കൗണ്ട് പൂട്ടിയിട്ടുണ്ട്. വയനാടൻ വ്ളോഗ്സ് എന്ന് പറയുന്ന ആ അക്കൗണ്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കുറേയധികം പ്രൊമോഷൻസ്, ഗെയിംസ്, ഇത് കുറേയധികം വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പേര് ഇതിനിടയിൽ തന്നെ ഈ ഒറ്റ കാരണം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കുറേയധികം ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോണ കാര്യമാണ്. ഒരുപാട് കുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. വലിയ ആൾക്കാർ പോലും, നമുക്കറിയാം വിവേകവും ഉള്ള ആൾക്കാർ പോലും ഇതിൽ പെട്ടുപോയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർ കാണിക്കുന്ന പ്രൊമോഷൻസ് അത്രയും കൂടിയ രീതിക്ക് ഭയങ്കര വിശ്വാസ്യതയോടെ, അല്ലെങ്കിൽ അത്രയും വലിയ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണല്ലോ ഈ പറയുന്ന ഓരോ സാധനങ്ങൾ വാങ്ങി പോകാൻ വേണ്ടിയിട്ട് മാസം തോറുമുള്ള സാധനമെടുപ്പിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ചില യുവതികൾ ഈ ഒരു ആപ്പാണ് സമീപിക്കുന്നത് എന്നൊക്കെ രീതിക്ക് എന്തുമാത്രം നാടകങ്ങളാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി. ഇതിന് പിന്നിൽ വിശ്വാസ്യതയെ മുതലെടുത്തുകൊണ്ട് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർ, ഈ പറയുന്ന ഒരുപാട് കടമുള്ള ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിലയിൽ ഒരുപാട് താഴ്ചയുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ ഇതിൽ പെട്ടുപോയിട്ട് മരണപ്പെട്ട 4-5 ലക്ഷം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവർ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, ചിലർ അല്ലാതെ തന്നെ മരണപ്പെട്ടു പോയതുണ്ട്. തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ആപ്പിലൂടെ പൈസ ഇട്ടിട്ട് 30 ലക്ഷം നഷ്ടപ്പെട്ടു പോയി മരിച്ചൊരു വാർത്ത നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് കുട്ടികൾ ഇതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവുന്നുള്ള കാര്യമാണ്. അവർ ഈ പറയുന്ന അച്ഛന്മാരുടെ അല്ലെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ ATM കാർഡുകൾ അത് അവർ പോലും അറിയാതെ എടുത്തിട്ട് അതിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ട് അവസാനം ഒരു അച്ഛൻ്റെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴൊന്നുമല്ല, കഴിഞ്ഞ ഏതോ വർഷത്തിൽ വന്നിട്ടുള്ളതാണ്. ആ അച്ഛൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മൊത്തം കാലിയാവുന്ന സമയത്താണ് അച്ഛൻ അറിയുന്നതെന്ന് പറയുന്നത് അക്കൗണ്ടിലെ പൈസ മൊത്തം കുഞ്ഞെടുത്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം. അറിയില്ല ഇത് ആരെ ഇങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് വിശ്വാസ്യതയാണ് കുടുംബത്തിനോടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ തകർച്ചകളിലേക്ക്, ഒരുപാട് മരണങ്ങളിലേക്ക് നയിക്കാൻ കൃത്യമായിട്ട് കാരണമാവുന്നതെന്ന് ഇവർക്കൊക്കെ ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ ഇവരൊക്കെ വയസ്സ് കുറഞ്ഞ ആൾക്കാരാണോ? ഇല്ല. ഇങ്ങനത്തുള്ള ഗെയിമിംഗ് മൂലം മരിച്ച, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറയുന്ന ബാക്കി എഫക്റ്റുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണ്ടേ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങാനെന്ന് പറയുന്നത്. ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. കൃത്യമായിട്ട് നമുക്കറിയില്ല ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെയാണ്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ ഓരോ ആൾക്കാർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ പോലും നമ്മളെപ്പോലുള്ള സ്കിന്നിൻ്റെ കാര്യങ്ങളായിരിക്കത്തില്ല നമ്മുടെ സഹോദരനോ സഹോദരിക്കൊക്കെ ഉള്ളത്. നമുക്ക് ഒരുപക്ഷെ ഇഷ്ടമാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ചില ക്രീംസ് നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ഇടുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അലർജറ്റിക് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തന്നെ, അല്ലാതെ തന്നെ നമുക്കറിയുന്ന കാര്യമാണ്, ഇങ്ങനെ എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് അല്ല. അപ്പം നമുക്കൊരിക്കലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇത് സൂപ്പറാണ്, ഇതിലൂടെയാണ് ഞാൻ വെളുത്തത്, ഇതിലൂടെയാണ് ഞാൻ എൻ്റെ ഈ പറയുന്ന സ്കിന്നിന് ഭയങ്കര മാറ്റം വരുത്തിയത് എന്നൊക്കെ പറഞ്ഞുള്ള രീതിക്ക് വെറും ഉടായ്പ വെച്ചിട്ട് പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ഓരോ ദിവസം നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്ന സമയത്ത് അവർ ഒരാഴ്ചയിൽ 7 പ്രോഡക്റ്റിനെ വെച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ട്, ഇതിൽ ഏത് പ്രോഡക്റ്റാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സത്യത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരെന്താണ്, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഈ പറയുന്ന അക്കൗണ്ടിൻ്റെ അടിയിലൊക്കെ ചില ആൾക്കാർ, പെൺകുട്ടികൾ ചെന്നിട്ട് കമൻറ്റ് സെക്ഷനിലൂടെ പറയുന്നത്, ചേച്ചി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ക്രീം വാങ്ങിച്ചു, നിങ്ങളിപ്പോൾ എന്താ ഈ ക്രീം
ക്രീമാണ് തേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആൾക്കാരെ നമ്മുടെ ഈ പറയുന്ന ഫേസ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജെന്യൂനിറ്റി ആദ്യം കാണിച്ചുകൊണ്ട് ഭയങ്കര ജെന്യൂൻ ആണെന്ന് കാണിച്ചു കൊടുത്ത് കുറേ ആൾക്കാരെ ഫോളോവേഴ്സായിട്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് വാങ്ങിയതിന് ശേഷം നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടത്തെ മുതലെടുത്തുകൊണ്ട് കൃത്യമായിട്ട് കുറേ കമ്പനികൾക്ക് ആ വിശ്വാസതയെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെയാണ് ഇവർ വിൽക്കുന്നതെന്ന് പറയുന്നത്. ഇവരോട് തോന്നുന്ന വിശ്വാസത വെച്ചിട്ടാണ് അവർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ്, ഇത് ഈ പറയുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല ചെയ്യുന്നത്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കുറേ അധികം പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരുപാട് ഈ പറയുന്ന സിനിമ സെലിബ്രിറ്റി താരങ്ങൾ ഒരുപാട് പേരാണ് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്നത് കോടികൾ തന്നെയാണ്. അപ്പം ഒരു തരത്തിലും ഈ പറയുന്ന കണക്ക് ഒരു സത്യസന്ധതയും ഒരാളോടും കാണിക്കാത്ത ആൾക്കാരാണ് പണത്തിന് മേൽ ഈ പറയുന്ന കിടന്ന് എന്ന് പറയുന്നത് വെകിളിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പണം കണ്ടാൽ നമ്മൾ പറയത്തില്ല പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നൊരു സംഭവം. ഇത് തന്നെയാണ് ഈ പറയുന്ന കാര്യത്തിലൂടെ സംഭവിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധക കാര്യങ്ങളുടെ പേരിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്നുകൊണ്ട് ഈ പറയുന്ന പ്രൊമോഷൻ നടത്തുള്ളൂ. അതിലും സത്യത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ തന്നെ അത് കട്ട് ചെയ്യേണ്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, പല കാര്യങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്, പല കാര്യങ്ങളിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പല ലോഷൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ പല കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകളിലൊക്കെ ഈ ഇടയ്ക്ക് തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ഏതെന്ന് ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്കുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് നല്ലതാണ്, ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതൊക്കെ മാറ്റം വന്നു, അതും കുറേ മേക്കപ്പ് ഇട്ട് ലൈറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അത്രയും പുട്ടിയടിച്ചിട്ട് ഇതെല്ലാം കാണിക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാർ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. അപ്പം ഇതൊക്കെ ഒരു കച്ചവടം തന്നെയാണ്, ആൾക്കാരെ പറ്റിക്കുന്ന കച്ചവടങ്ങൾ. ഇതൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞത് തന്നെയാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വല വീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പ്രൊമോഷൻ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. 1, 2, 3, 4, 5 ലക്ഷം 10 ലക്ഷം അതിൽ കൂടുതൽ പോകുന്ന ആൾക്കാരുണ്ട്. ഈ യൂട്യൂബേഴ്സിന് മാത്രമായിട്ട് ഈ പറയുന്ന ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്കെന്ന് പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക്. അപ്പം ഇതൊക്കെ നിൽക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് അതിക്രമിച്ചിരിക്കുകയാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് നാടകവും കളിക്കാൻ പറ്റും എന്നൊരു സംഭവത്തിലുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിലൂടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ഈ പറയുന്ന നിയമത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ നാടിന് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണിതെന്ന് പറയുന്നത്.